നമുക്ക് ലൂക്ക 24:45 നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ വചനപ്രഭാഷണ സമയത്ത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ചേർന്ന് ഈ വചനം ഒന്ന് ആവർത്തിക്കാം. അഭിയന്ന പിതാവ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഞാൻ കണ്ടിരിക്കുന്ന ഒരു വചനമാണിത്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ തുറക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശക്തി കൊണ്ട് മാറ്റാൻ പറ്റില്ല. അവൻ തുറക്കണം, അവൻ ഇടപെടണം. കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിക്കണം. നമുക്ക് ചേർന്നൊന്ന് ആവർത്തിക്കാം 3 പ്രാവശ്യം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈശോയെ, അങ്ങയുടെ വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് തുറക്കണമേ. അതിനുവേണ്ടി പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങളുടെ ഹൃദയം തുറക്കാൻ, ഇവിടെ പറയപ്പെടുന്ന എല്ലാ വചനവും ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കാൻ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ബഹുമാനപ്പെട്ട ജബിനച്ചൻ പറഞ്ഞതിനോട് ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. അച്ഛൻ ആരംഭിച്ചത് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. ജോഷുവ 3:5. നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് ആത്മവിശുദ്ധീകരണ ധ്യാനമാണ്. ഇത് ആത്മവിശുദ്ധീകരണ ധ്യാനത്തിൻ്റെ 2-ാം ദിവസമാണ്. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആത്യന്തികമായൊരു കാര്യം, ദൈവത്തിന് സംസാരിക്കാനുള്ളത് നിന്റെ ഭർത്താവിനോടോ, നിന്റെ അയൽക്കാരനോടോ, നിന്റെ ബന്ധുവിനോടോ, നിന്റെ മക്കളോടോ, നിന്റെ മരുമക്കളോടോ അല്ല, നിന്നോടാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് നിരന്തരം പറയുകയാണ്, മകനെ, നീ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നിന്നോടാണ് ഞാൻ ആദ്യം പറയുന്നത്. നിനക്കാണ് ആദ്യം മാനസാന്തരം ഉണ്ടാകേണ്ടത്. ഞാൻ എപ്പോൾ ചിന്തിക്കുന്നുവോ എൻ്റെ കൂടെയുള്ള വൈദികരാണ്, എൻ്റെ സഹപ്രവർത്തകരാണ് മാനസാന്തരപ്പെടേണ്ടതെന്ന് എപ്പോൾ ഞാൻ ചിന്തിക്കുന്നുവോ അപ്പോൾ എൻ്റെ അടിതെറ്റി. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ വഴിതെറ്റിപ്പോകാനുള്ള കാരണം. ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്നോടാണ്. സക്കേവൂസിൻ്റെ വീട്ടിലെത്തി ഈശോ സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സക്കേവൂസിനെ ദൈവമാനസാന്തരപ്പെടുത്തിയപ്പോൾ ലൂക്ക 19:9-10 വായിക്കുകയാണ്, ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചുങ്കക്കാരനായ സക്കേവൂസിൻ്റെ മാറ്റം സക്കേവൂസിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യൻ, ഭാര്യയെ സംശയമുള്ള ഒരു മനുഷ്യൻ വന്നതാണ്. ഭാര്യയെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ഭാര്യയ്ക്ക് മറ്റ് പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് അതിനുള്ള തെളിവുകൾ പോലും ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരില്ല. പക്ഷേ ഇദ്ദേഹത്തിന് സംശയമാണ്, സംശയരോഗം. അതിൻ്റെ കാരണം ഭാര്യ അവിശ്വസ്തയാണ്, വളരെയധികം കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഭാര്യയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭാര്യയെ സംശയമാണ്. ജോലി സ്ഥലത്ത് ഭാര്യ അറിയാതെ തന്നെ സന്ദർശിക്കും. ഭാര്യ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഫോൺ വിളിക്കും, ഭാര്യ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ. ഫോൺ എടുത്തില്ലെങ്കിൽ അപ്പോൾ അസ്വസ്ഥതയാണ്, വേറെ ആരുടെ കൂടെയായിരുന്നു എന്നാണ് ഭർത്താവ് പറയുന്നത്. ഭാര്യയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ. അപ്പം ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന് പല സാഹചര്യ തെളിവുകളുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ പല രീതിയിൽ സംശയിച്ചിട്ടുണ്ട്, പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. വ്യക്തതയില്ലെങ്കിലും ആളുടെ ഉള്ളിൽ വലിയൊരു സംശയ പിശാച് കയറിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയൊരു വചനമാണ് ഒബാദിയയുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം. ഒബാദിയ എന്ന് പറയുന്നൊരു പുസ്തകം ബൈബിളിലുണ്ട്. ഒരു പ്രവാചകനാണ്. ആകെ ഒരധ്യായമേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇത് എത്രാം അധ്യായമുണ്ട്? ഒരധ്യായമേ ഉള്ളൂ, 15-ാം വാക്യമാണ്. നമുക്കിങ്ങനെ വായിക്കാം, നീ പ്രവർത്തിച്ചതുപോലെ
നിന്നോടും പ്രവർത്തിക്കും. നിന്റെ പ്രവർത്തികൾ നിന്റെ തലയിൽ തന്നെ നിബന്ധിക്കും. ഭാര്യയെ സംശയമുണ്ട് വന്ന് പറഞ്ഞ ഭർത്താവിനോട് വചനം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിബന്ധിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് വായിക്കാം സങ്കീർത്തനം 94:23. സങ്കീർത്തനം 94:23. സ്ക്രീനിൽ വചനമുണ്ട്, നമുക്ക് ചേർന്ന് വായിക്കാം. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും, അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. വീണ്ടും നമുക്ക് വായിക്കാം ജെറമ്യാ 25:14. ജെറമ്യാ 25:14. ഇതെല്ലാം ദൈവവചനമാണ്. അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും, അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 27-ാം വാക്യം. പ്രഭാഷകൻ 27:27. വചനം ഇങ്ങനെയാണ്: താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും, അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം. സുഭാഷിതം 5:22. നമുക്ക് വായിക്കാം. സുഭാഷിതം 5:22. വീണ്ടും വചനത്തിൽ നാം വായിക്കുകയാണ്: നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ മേൽ തന്നെ പതിക്കുമെന്നുള്ളതാണ്. വീണ്ടും സങ്കീർത്തനം 7-ാം അധ്യായം 15-16 വാക്യങ്ങൾ. സങ്കീർത്തനം 7-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു, അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ തറയുന്നു. ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒബാദ്യ 1:15 ഈ സഹോദരന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയത്. എന്താണ് ദൈവം വെളിപ്പെടുത്തിയത്? ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രവൃത്തിയുടെ പ്രതിഫലനമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ആരോപിക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹം പോണോഗ്രഫിക്ക്, അശ്ലീല മൂവികൾക്ക് അടിമയായ വ്യക്തിയാണ്. ഇദ്ദേഹം കാണുന്ന ഈ അശ്ലീലമായ ചിത്രങ്ങളും ഭാവനകളും ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത നിറച്ചിരിക്കുകയാണ്: എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണ്, ഈ ലോകത്തിൽ ആരും ശരിയായി ജീവിക്കുന്നില്ല, എല്ലാവർക്കും എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തന്നെ തിന്മ ഇദ്ദേഹത്തിന് സംശയം ഉണ്ടാക്കിയാണ്. പ്രിയപ്പെട്ടവരെ, പലരും അവരുടെ ആത്മവിശുദ്ധീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം നാം മറ്റുള്ളവരുടെ തിന്മയിലേക്കാണ് നമ്മുടെ കണ്ണുകൾ. പക്ഷേ ഇത് നമ്മുടെ തന്നെ കണ്ണ് തുറപ്പിക്കാനാണെന്ന് നാം എന്ന് മനസ്സിലാക്കുന്നുവോ, നാം തന്നെ അനുതാപത്തിലേക്ക് വരാനാണെന്ന് എന്ന് മനസ്സിലാക്കുന്നു, അന്നാണ് നമ്മെ ദൈവം വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഈശോയോട് ചോദിക്കണം: ഈശോയെ, നിനക്കെന്ന എന്താണ് എന്നോട് പറയാനുള്ളത്? ഇപ്പം മക്കൾ വഴിതെറ്റിപ്പോകുന്നു, അപ്പോൾ തന്നെ ദൈവം പറയുകയാണ്: നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ അനുദപിക്കാത്ത ചില മേഖലകൾ. മക്കളെ അനുസരിക്കാത്ത മാതാപിതാക്കളുണ്ട്, മക്കളെ ധിക്കരിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ. ഒത്തിരി മാതാപിതാക്കളുണ്ട് മക്കളെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ. ഒരു വ്യക്തി ഒരിക്കൽ സംസാരിക്കാമെന്നാണ്, ഏക മകളാണ്, ഏതൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയിരിക്കുകയാണ്. പുറത്തൊന്നും പറയാൻ പറ്റില്ല, അത്രമാത്രം ദുഃഖത്തിലാണ് ഇവർ. എങ്ങനെ ഈ മകൾക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ദുഃഖം. അത്രയ്ക്കും ദുഃഖത്തിലൂടെ ഇവർ കടന്നു പോവുകയാണ്. ഇവരുടെ ഈ ദുഃഖത്തിൻ്റെ സമയത്ത് ഇവർ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെയൊരു വചനമാണ് സുഭാഷിതം 19:26. സുഭാഷിതം 19:26. വചനം ഇങ്ങനെയാണ്: പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അതിശയവും വരുത്തി വയ്ക്കുന്നു. ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ്, ഇവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ഈ മരുമകള് അമ്മായിയമ്മയായി ശണ്ട കൂടി അപ്പനുമായിട്ട് വഴക്കുണ്ടാക്കി, അവർക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. അങ്ങനെ ഇവർ ഒറ്റയ്ക്ക്, ഭാര്യയും ഭർത്താവും കൂടെ വേറെ സ്ഥലത്ത് പോയി താമസിച്ചു. അന്ന് അപ്പനും അമ്മയ്ക്കും ഏറ്റ മുറിവ്, ഇവരൊരിക്കലും അവർക്ക് മുറിവേറ്റുവെന്നോ അവർ അപമാനിക്കപ്പെട്ടുവെന്നോ ഒരിക്കലും ചിന്തിക്കുകയോ അനുദപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം
സ്വന്തം മകൾ ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴാണ് അവർക്ക് ആ ദുഃഖം മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യരെ നശിപ്പിക്കാനല്ല. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ശിക്ഷിക്കുന്നവനല്ല. എന്നാൽ നാം വായിക്കുന്നു റോമ 2:4. എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? നമ്മെ അനുതാപത്തിലേക്ക് നയിച്ച് നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് സഹനങ്ങൾ, തിരിച്ചടികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധീകരിക്കപ്പെടാത്ത ആത്മാവ് വിശുദ്ധി പ്രാപിക്കുകയില്ല, ദൈവത്തെ കണ്ടെത്തുകയില്ല, സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയില്ല. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയെയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നീയാൽ മുറിവേൽപ്പിക്കപ്പെട്ട വ്യക്തികൾ, നീയാൽ വഴിതെറ്റിക്കപ്പെട്ട വ്യക്തികൾ, ഇവരെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം. നീ ചെയ്ത ഈ തെറ്റുകളെക്കുറിച്ച് നീ അനുദപിക്കണം. ഒരിക്കൽ അനുദപിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കുമ്പസാരിച്ചാൽ മതി. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കെനിയയിലെ ആഫ്രിക്കൻ മിഷനിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വചനപ്രഘോഷണമുണ്ട്. 3 മണി മുതൽ 6:30 വരെയാണ് ഞങ്ങളുടെ ശുശ്രൂഷകൾ. അപ്പോൾ 3 തൊട്ട് 3:15 വരെ ദിവ്യകാരുണ്യ ദൈവകരുണയുടെ പ്രാർത്ഥന, ഡിവൈൻ മെർസി ചാപ്ലറ്റാണ്. 3:15 മുതൽ 4:15 വരെ വചനപ്രഘോഷണമാണ്. 4:15 മുതൽ 5 വരെ ഞങ്ങൾക്ക് ജപമാലയും മറ്റു പ്രാർത്ഥനയുണ്ട്. പക്ഷെ അത് കുമ്പസാരത്തിനുള്ള സമയമാണ്. ഞങ്ങൾ അച്ഛന്മാരവിടെ കുമ്പസാരിപ്പിക്കാനിരിക്കും. അത് ചിലപ്പോൾ 5:30 വരെ, ചിലപ്പോൾ 6 മണി വരെ പോവും. പക്ഷെ ഞങ്ങൾ 5 മണിക്ക് തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കും. 6:30 വരെയാണ് കുർബാന. അപ്പോൾ ഇതിൻ്റെ സമയത്ത് ആർക്കെങ്കിലും കുമ്പസാരിക്കണോ, കുമ്പസാരിക്കാൻ പോവാം. വലിയൊരു ക്യൂ ആണ് കുമ്പസാരിക്കാൻ. കാരണം എന്താണ്? ഈ വചനപ്രഘോഷണത്തിന് ശേഷം ഇവർക്ക് കുമ്പസാരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്നുള്ള അച്ഛന്മാരും വരും. ഇപ്പോൾ ഒരച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഉപദേശിച്ചു. ചിലർ എല്ലാ ദിവസവും വന്ന് കുമ്പസാരിക്കുന്നുണ്ട്. ഇതൊരു ശല്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലരൊക്കെ സ്ക്രൂപ്പ്ലെസ് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു അനുതാപവും ഇല്ല. അങ്ങനെ വന്ന് ഒരിക്കലൊരു അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, എല്ലാ ദിവസവും കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ? വളരെ ചുരുക്കം പേരാണ് എല്ലാ ദിവസവും കുമ്പസാരിക്കാറ്, ബാക്കിയുള്ളവർ കുമ്പസാരിക്കും. ഒരു സഹോദരി ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഇതിനെക്കുറിച്ച് എന്തൊരു തീരുമാനം എടുക്കും എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി വന്ന് ഇങ്ങനെ എന്നോട് സംസാരിച്ചു. ഞാനൊന്നും ചോദിക്കാതെയാണ് ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഫാദർ, ഇവിടെ വചനം പറഞ്ഞു കഴിയുമ്പോൾ എപ്പോൾ ഞാൻ വചനം കേൾക്കുമ്പോഴോ ഞാൻ ഇതുവരെ കുമ്പസാരിക്കാത്ത ഒരു പാപം പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരും. എനിക്ക് ആ പാപവും വെച്ച് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അധികം സമയമൊന്നും എടുക്കാറില്ല. ഞാൻ ചെറിയ സമയം എടുക്കുള്ളൂ. എനിക്ക് ഈ പാപം പറഞ്ഞ് പിന്നെ കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അച്ഛൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് തീർച്ചയായും നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്താലാണ് അത് പരിശുദ്ധാത്മാവാണ് പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറ്റബോധം നൽകാൻ പിശാചിന് സാധിക്കും, പാപബോധം നൽകാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. എന്നെങ്കിലും നിങ്ങൾ ഒരിക്കലൊന്ന് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് പാപബോധം നൽകാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. യോഹന്നാൻ 16-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അവൻ വന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് പാപബോധം നൽകുന്നത്. ഈ പാപബോധത്തിലൂടെ കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധിയിലേക്ക് നയിക്കുക. ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ മറഞ്ഞിരിക്കുന്ന പാപങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചൊരു കാര്യം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതിങ്ങനെയാണ്, നമ്മൾ പലപ്പോഴും പാപമാണെന്ന് ചിന്തിക്കാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാതിരിക്കുക. അത് കണ്ടിട്ടും അത് അവഗണിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് മക്കളെ അവർ പോകുന്ന വഴിക്ക് വിടുക, ഒരിക്കലും തിരുത്താതിരിക്കുക, അവരെ ശാസിക്കാതിരിക്കുക, അവരോട് ശരി ഏത് എന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അപ്പം അവർ ചിന്തിക്കും, എന്തിനാണ് ഞാൻ മറ്റുള്ളവരുടെ വിഷമം സമ്പാദിക്കുന്നത്? ഇത് പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. നമുക്ക് വായിക്കാം. ഇത് സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യമാണ്.
സുഭാഷിതം 17:15 നമുക്ക് വായിക്കാം. ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു. ഓർക്കുക, മകള് ഇമ്മോഡസ്റ്റ് ഡ്രസ്സ് ധരിച്ചു വരുമ്പോൾ അപ്പൻ ശാസിച്ചു. എനിക്കുണ്ടായൊരു അനുഭവമാണ്. അപ്പോൾ അമ്മ അപ്പനെ ശാസിച്ചു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ, ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുക, നീതിമാന്മാരിൽ കുറ്റം ചുമത്തുക ദൈവത്തെ വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുക. പ്രിയപ്പെട്ടവരെ, തെറ്റിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക, എത്രയോ കാര്യങ്ങളാണ് നമ്മൾ ന്യായീകരിച്ചിരിക്കുന്നത്. പുകവലിക്കുന്ന വ്യക്തിയുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു പുകവലിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇറ്റ് ഈസ് എ സിൻ. അപ്പോൾ ആൾക്ക് വളരെ അപ്സെറ്റായി. ആൾ എന്നോട് പറഞ്ഞു, ഇത് പാപമാണെന്ന് എങ്ങനെ അച്ഛന് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു, ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്ട്രോയിങ് യുവർ ലങ്സ്, യുവർ ബോഡി. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ആലയമാണ് നിന്റെ ശരീരമെങ്കിൽ നിന്റെ ശരീരത്തെ നീ പുക കൊണ്ട് ദുഷിപ്പിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, നിന്നെ ഒരു പുകമുറിയിലിട്ട് അതിൻ്റെ വാതിൽ പൂട്ടി പോയി കഴിഞ്ഞാൽ നീ അവിടെ കിടന്ന് ശ്വാസം പൂട്ടി മരിക്കും. നിന്റെ കർത്താവിന് നിന്റെ ശരീരത്തിൽ വസിക്കാൻ നിന്റെ ശരീരമാകുന്ന ആലയത്തെ നീ വിശുദ്ധമായി സൂക്ഷിക്കണം. അതുകൊണ്ട് പുകവലി ഒരു പാപമാണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ഇത് പാപമാണെന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ഇത് എൻ്റെ റൈറ്റാണ്, ഇത് ഒരു ഹാബിറ്റാണ്, ഇതൊരു പാപമല്ല, ഇതൊരു ഹാബിറ്റാണ്. അച്ഛൻ കാപ്പി കുടിക്കാറുണ്ടോ? ആളെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഇല്ല, ചിലപ്പോഴൊക്കെ കാപ്പി കുടിക്കാറുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, സ്ഥിരം കാപ്പി കുടിക്കുന്നവർക്ക് അതൊരു ഹാബിറ്റാണ്. ഇതുപോലെ തന്നെയാണ് സ്മോക്കിങ്. പ്രിയപ്പെട്ടവരെ, 9 വയസ്സുള്ളൊരു കുട്ടി സ്മോക്കിംഗ്, ഒരു കുട്ടിയെ ഞാൻ കണ്ടാണ്, 19 വയസ്സുണ്ട് അവന്. 9-ാം വയസ്സിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണ് സ്മോക്കിങ്. അപ്പൻ വലിക്കുന്ന ബീഡിയുടെ കുറ്റി വലിച്ചിട്ടാണ് അവൻ പുകവലിക്കാരായി മാറിയത്. ഇവന് നിർത്താൻ പറ്റുന്നില്ല. നമ്മെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. പ്രവൃത്തികൾ, തെറ്റിനെ ന്യായീകരിക്കുക, ഇത് മറ്റൊരു എത്രയോ പേരാണ് നമ്മുടെ ദുഷ്പ്രവർത്തികളിലൂടെ തെറ്റിലേക്ക് വഴുതി വീണിരിക്കുന്നത്. എത്രയോ കുട്ടികളാണ് പോണോഗ്രഫിക്ക് അഡിക്റ്റഡ് ആയത്. അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും മൊബൈൽ ഫോണിൽ നിന്നാണ് ആദ്യം കണ്ടത് എന്ന് പറയുന്ന എത്രയോ കുട്ടികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുക, നീതിമാന്മാരെ കുറ്റം ചുമത്തുക ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി നാം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവാത്മാവിന് സംസാരിക്കാനുള്ളത് എന്നോടാണ്. എന്നിലൂടെ സംഭവിച്ച ദുർമാതൃകകൾ, എന്നിലൂടെ ന്യായീകരിക്കപ്പെട്ട തെറ്റുകൾ. ഉദാഹരണത്തിന് മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ ഒരു പ്രതിസന്ധിയാണ്. ഈ സഹോദരിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ, വേറൊരു കുഞ്ഞിനെ കൂടെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയൊരു സംഭവമാണ്. ഈ സഹോദരി അനേകരോട് കോപ്പർ ടീ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വൈദികനാണ്, ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടാത്ത ഒരാളാണ്. മറ്റുള്ളവരുടെ ഗർഭത്തെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് അവരോട് പറഞ്ഞത്? നീ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ശരിയാവില്ല, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ജീവന് തടസ്സം നിന്നു. ഇതിനു മുമ്പുള്ള ഒത്തിരി ജീവനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അധികം കുഞ്ഞുങ്ങൾ പാടില്ല എന്നുള്ള ഉപദേശങ്ങൾ അനേകർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ജീവനിൽ സന്തോഷിക്കുന്നുവെങ്കിൽ, മക്കളെ കൊടുക്കുന്നുവെങ്കിൽ, എത്രയോ രീതിയിലാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവനെ, നന്മയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് തെറ്റായിട്ട് നമ്മൾ കാണുന്നില്ല. ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുക. പ്രിയപ്പെട്ട ദൈവമാണ് നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചതെങ്കിൽ കത്തോലിക്കാ സഭയുടെ കൃത്യമായ പഠനമുണ്ട്. എങ്ങനെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും മക്കൾക്ക് ജന്മം കൊടുക്കേണ്ടതിനെക്കുറിച്ചും സഭ പഠിപ്പിക്കുന്നത് നാച്ചുറൽ, സ്വാഭാവിക ഫാമിലി പ്ലാനിങ് മെത്തേഡ് മാത്രമാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും സഭയുടെ പഠനമല്ല, അത് ദൈവ നിയന്ത്രണത്തിലുള്ളതല്ല, അത് മനുഷ്യ നിർമ്മിതിയാണ്. അത് ചെയ്യുക, അതിനെ ന്യായീകരിക്കുക, അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. ഇതിൽ ഏറ്റവും മാരകമായ കാര്യം അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, മറ്റുള്ളവർക്ക് ജനിക്കേണ്ട കുഞ്ഞുങ്ങളെ ബ്ലോക്ക് ചെയ്യുക. ഈ സഹോദരി ഒരിക്കലും അതിനൊരു തെറ്റായി കണ്ടിട്ടില്ല. അതിനുവേണ്ടി അനുദപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഈ സഹോദരിയെ അനുഗ്രഹിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ ശിക്ഷിക്കാനോ ശാസിക്കാനോ ഭയപ്പെടുത്താനോ ഇരിക്കുന്നവനല്ല. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം.
നമ്മുടെ പ്രശ്നം, നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ സുസ്ഥിതിയെ ഉന്നമിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ദൈവമാകട്ടെ നമ്മുടെ ആത്മാവിൻ്റെ സുസ്ഥിതിയാണ് ഉന്നമിച്ചിരിക്കുന്നത്. എത്രയോ പേരുണ്ട് ഫിസിക്കൽ എക്സസൈസിന് പോകുന്നവർ. എന്താണ് അവരുടെ ഉദ്ദേശം? അവരുടെ ശരീരം ഫിറ്റാവണം. പക്ഷെ നമ്മുടെ ശരീരത്തെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ്. നാം വായിക്കുന്നു 1 തിമോത്തി 4:8. 1 തിമോത്തി 4:8 പരിശുദ്ധാത്മാവ് നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചു പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ആത്മവിശുദ്ധീകരണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണത്തെക്കാൾ, ശരീരത്തിൻ്റെ ഫിറ്റ്നസിനേക്കാൾ എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിച്ചുള്ളതാണ്, വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വീണ്ടും നമുക്ക് 16 വാക്യം വായിക്കാം. 1 തിമോത്തി 4:16 നാം ഇങ്ങനെ വായിക്കുകയാണ്. 4:16 നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ തെറ്റിനെ ന്യായീകരിക്കരുത്, തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കരുത്. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 3 10-11 വാക്യങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3 10 മുതലുള്ള വാക്യങ്ങൾ. നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരിക്കുകയും ചെയ്തതിനാൽ അധർമ്മിക്ക് അവൻ്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ്. അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ്. ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ച് തള്ളുക. വീണ്ടും നമുക്ക് വായിക്കാം. ഇത് സുഭാഷിതം 10:10 സുഭാഷിതം 10:10 സുഭാഷിതങ്ങൾ 10:10 തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വയ്ക്കുന്നു, ധൈര്യപൂർവം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. പലരും, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലൊരു സഹോദരനോട് ഒരു കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറയുകയാണ്, ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, എന്നോട് ഇതാരും പറഞ്ഞു തന്നിട്ടില്ല, ഇത് തെറ്റാണെന്ന് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റുപറ്റാനുള്ള കാരണം മർക്കോസിൻ്റെ സുവിശേഷം 12:24 നാം വായിക്കുകയാണ്. ദൈവവചനം അറിയില്ലാത്തതുകൊണ്ടാണ്. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളും വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവവചനത്തിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ് ഏതാണ് ശരി, ഏതാണ് തെറ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും ദൈവവചനത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശരി തെറ്റുകൾ വിവേചിച്ചറിയാൻ സാധിക്കുക. വീണ്ടും ഗലാത്യയുടെ പുസ്തകം 4:16 നാം വായിക്കുകയാണ്. ഗലാത്യ 4:16 അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായെന്നോ. പലപ്പോഴും പലരും സത്യം തുറന്നു പറയാൻ മടിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ മറ്റുള്ളവരുടെ ശത്രുവാകുന്നു, മറ്റുള്ളവർ നമ്മെ വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് നമ്മെ തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സത്യം തുറന്നു പറയുക, തെറ്റ് ചൂണ്ടിക്കാണിക്കുക, മറ്റുള്ളവരെ തിരുത്തുക. വീണ്ടും ഏശയ്യായുടെ പുസ്തകം 31:2 നാം വായിക്കുന്നു. ഏശയ്യ 31:2 അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനുമാണ്, അവിടുന്ന് തൻ്റെ വാക്ക് പിൻവലിക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും അവിടുന്ന് എഴുന്നേൽക്കും. ഇവിടെ ശ്രദ്ധിക്കുക, അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുക, അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുക. ചില ബിസിനസ് ചെയ്യുന്നതായിരിക്കാം, ചില കച്ചവടത്തിൽ ഏർപ്പെടുന്നതായിരിക്കാം, ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അതിന് നിങ്ങൾ സഹകരിക്കുക. അബോർഷന് കൂട്ടുനിൽക്കുക, തെറ്റായ കോടതി കേസുകൾക്ക് കൂട്ടുനിൽക്കുക, കൈക്കൂലി കൊടുക്കുക, കൈക്കൂലി വാങ്ങിക്കുക, അതിൻ്റെ ഒരു പങ്ക് പറ്റുക. പ്രിയപ്പെട്ടവരെ,
അങ്ങനെയുള്ളത് ദൈവം വെറുക്കുന്നൊരു കാര്യമാണ്. അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുക. നിങ്ങൾ ഓർക്കുകയാണ്, ഞാൻ അനീതി ചെയ്തിട്ടില്ല, പക്ഷെ അവരെ സഹായിച്ചിട്ടുണ്ടോ? സഹായിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ? തെറ്റിന് കൂട്ടുനിന്നിട്ടുണ്ടോ? തെറ്റിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വിഘാതമാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, ദുർമാതൃകകൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഞാൻ മറ്റൊരു അൽമായ പ്രേക്ഷിതനിൽ നിന്ന് പറഞ്ഞു കേട്ടൊരു സംഭവമാണ്. ഒരു സഹോദരൻ്റെ കല്യാണം നടക്കുന്നില്ല. ഇദ്ദേഹത്തിന് കല്യാണം നടക്കാത്തതിനാൽ വലിയ ദുഃഖമാണ്. 43 വയസ്സായി. ഒത്തിരി ആലോചനകൾ വന്നെങ്കിലും എല്ലാം മാറിപ്പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ഈ അൽമായ പ്രേക്ഷിതൻ, ഇദ്ദേഹം ഒരു കൗൺസിലർ കൂടിയാണ്, ഇദ്ദേഹം പങ്കുവച്ചൊരു സംഭവമാണ്. ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയൊരു കാര്യമാണ്. ഇദ്ദേഹം ഈ മകനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ജോലി? ഇദ്ദേഹം കേബിൾ കണക്ഷൻസ് കൊടുക്കുന്ന ആളാണ്, വീടുകളിലേക്ക് കേബിൾ കണക്ഷൻസ്. അപ്പോൾ ഈ സഹോദരൻ ചോദിച്ചു, നിൻ്റെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു തടസ്സം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്, ഈ ജോലിയിൽ നീ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുന്നുണ്ടോ? അപ്പോഴാണ് ഇദ്ദേഹം ഈ പ്രേക്ഷിതരോട്, ഈ അൽമായനോട് പറഞ്ഞത്, എനിക്ക് ഈ ജോലി ചെയ്യുമ്പോൾ ചിലർ എനിക്ക് കൂടുതൽ പൈസ തരും, അവരുടെ വീടുകളിലേക്ക് ചില പ്രത്യേക ചാനലുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ പലരുടെയിൽ നിന്നും പൈസ മേടിച്ച് പല അശ്ലീല ചാനലുകളും, പ്രത്യേകിച്ച് മ്ലേച്ഛതകളുള്ള ലൈംഗിക അതിപ്രസരമുള്ള ചാനലുകൾ പലരുടെ വീടുകളിലേക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അദ്ദേഹം സപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിവാഹവും ഇദ്ദേഹത്തിൻ്റെ ജോലിയുമായി എന്ത് ബന്ധം? എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കില്ല സർവശക്തനായ ദൈവം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. എന്നാൽ ദൈവം നൽകുന്ന ഈ ഉത്തരമാകട്ടെ നമ്മുടെ മൂലകാരണത്തിലേക്ക് ദൈവം നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ആത്മവിശുദ്ധീകരണമാണ്. 1 തെസ്സലോനിയ 4:3, ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. നിങ്ങൾക്കൊരു കല്യാണം നടക്കുന്നതിനെക്കുറിച്ച്, മക്കളുണ്ടാകുന്നതിനെക്കുറിച്ച്, ജോലി കിട്ടുന്നതിനെക്കുറിച്ച്, ഒരു പ്രൊമോഷൻ കിട്ടുന്നതിനെക്കുറിച്ച്, പുതിയൊരു വീട് വാങ്ങുന്നതിനെക്കുറിച്ച്, ഒരു കാർ വാങ്ങുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ധ്യാനം കൂടുന്നത് തന്നെ ഒരു ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയാണെങ്കിൽ, സർവശക്തനായ നമ്മെ സൃഷ്ടിച്ച് നമ്മെ രൂപപ്പെടുത്തിയ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിന്റെ ആത്മവിശുദ്ധീകരണമാണ്, നിന്റെ ആത്മാവിൻ്റെ രക്ഷയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നാം വായിക്കുക, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. നിന്റെ ആത്മാവാണ് ശരീരത്തെക്കാൾ വിലപ്പെട്ടത് എന്നാണ് നീ മനസ്സിലാക്കുക സഹോദര സഹോദരി. നിന്റെ ആത്മാവിനാണ് ശരീരത്തെക്കാൾ വിലയെന്ന് നീ എന്നാണ് മനസ്സിലാക്കുക. ഇപ്പോൾ കൊറോണ ബാധിച്ച് ഒത്തിരി പേര് ദുഃഖിക്കുകയാണ്. ഇപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കട്ടെ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. യോഹന്നാൻ 6:63, ശരീരം യാതൊന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്നാലും നമ്മളെപ്പോഴും ചിന്തിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരമാണെന്ന്. എന്നാൽ നമുക്ക് വായിക്കാം, യോഹന്നാൻ 6:63, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന്, അധരത്തിൽ നിന്ന്, നാവിൽ നിന്ന് വന്ന വചനമാണ്. നമ്മൾ എത്രയോ സമയമാണ് ശരീരത്തെ സംരക്ഷിക്കാൻ, ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, ശരീരത്തിന് ശക്തി പകരാൻ നമ്മൾ ചെലവഴിക്കുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാൽ, വചനപ്രഘോഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ചിലർ സന്ദേശങ്ങൾ അയച്ചു, ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഉള്ള എല്ലാ വീക്കെൻഡിലുമുള്ള ധ്യാനത്തെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു, എന്തിനാണ് എല്ലാ ആഴ്ചയും ധ്യാനം? പ്രിയപ്പെട്ടവരെ, നമ്മെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. എന്തിനാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്? നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ലേ? നമ്മുടെ ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആത്മാവെന്ന്
ഈ വൈദികരെ കൊണ്ട് ദൈവം നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ്, നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ്. ഇത് പൗലോസ്ലീഹ പറഞ്ഞതാണ്. 1 കൊരിന്തോസ് 9:27, മറ്റുള്ളവരോട് വചനം പറഞ്ഞ് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കണമെന്നും ആത്മാവിനെ ശക്തിപ്പെടുത്തണമെന്നും ആത്മാവിന് ഭക്ഷണം വേണമെന്നും ആത്മാവിനെ പരിപോഷിപ്പിക്കണമെന്നും പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ആത്മാവിന് പുതിയ ജീവൻ നൽകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാനൊരു സഹോദരൻ പറഞ്ഞു കേട്ടതാണ്, നമ്മളൊരു കണ്ണാടിയിൽ നോക്കുക, നമ്മുടെ കണ്ണാടി നോക്കിയാൽ ഇടത് സൈഡ് വലത് സൈഡായും വലതുവശം ഇടതുവശമായിട്ടാണ് കണ്ണാടി കാണിക്കുക. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തെ നോക്കുക, ഈ ലോകം തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റുമെന്നും വിളിക്കും. ദൈവത്തെ നോക്കിയാൽ മാത്രമേ ഇടത് സൈഡായും വലത് സൈഡായും തെറ്റായും ശരിയായും കാണിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. നാം ജീവിക്കുന്ന ഈ ലോകം മുഴുവൻ തിന്മയുടെ കൂടാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദൈവവചനമാണ്. യെശയ്യാ 5:18 മുതൽ, നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം, പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം. വീണ്ടും നാം വായിക്കുന്നു, കർത്താവ് വേഗം തൻ്റെ പ്രവൃത്തി നിറവേറ്റട്ടെ. നമുക്ക് കാണാമല്ലോ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ ലക്ഷ്യം ആസന്നമാകട്ടെ, അത് നമുക്കറിയാമല്ലോ എന്ന് അവർ പറയുന്നു. വീണ്ടും 20-ാം വാക്യത്തെ നാം വായിക്കുകയാണ്, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. വീണ്ടും 21-ാമത്തെ വാക്യം, തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. ശ്രദ്ധിക്കുക, തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. ദൈവവചനം പറയുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ബുദ്ധിയും ബോധമുള്ള ആളാണ്, ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്? പ്രിയപ്പെട്ടവരെ, ദുരിതമെന്നാണ് വചനത്തിൽ പറയുക. വീണ്ടും 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 22-ാമത്തെ വാക്യം, വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. നമ്മൾ എത്രയോ പേരാണ് മദ്യപാനത്തെ ന്യായീകരിച്ചിരിക്കുന്നത്, മറ്റുള്ളവർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്, മദ്യപാനത്തെക്കുറിച്ച് വീമ്പിളക്കിയിരിക്കുന്നത്, ഇത് നല്ലതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മെ തന്നെ നശിപ്പിക്കുകയല്ല, മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദുരിതമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുക. മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാർ. എത്രയോ കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? നമ്മൾ തെറ്റു ചെയ്തു എന്ന് മാത്രമല്ല, തെറ്റിനെ ന്യായീകരിച്ചു, മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിച്ചു, അതിന് പിന്തിരിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അതിനുകൂടെ നമ്മൾ വിധേയരാക്കുകയാണ്. നമ്മെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. ഇത് ദൈവവചനമാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ആശയമല്ല, ഇതെന്റെ ആശയമല്ല, വചനമാണ്. വീഞ്ഞു കുടിക്കുന്നതിൽ വിരുദ്ധന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നവരിൽ വീരന്മാരുമായവർക്ക് ദുരിതം. വീണ്ടും 23-ാമത്തെ വചനം നാം വായിക്കുകയാണ്, കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും, കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഞാനൊരു ലോയറിനെ ഓർക്കുകയാണ്. ഈ ലോയറിന് ഭയങ്കര പ്രതിസന്ധിയാണ്. ഇദ്ദേഹം പ്രാർത്ഥിക്കാമെന്നതാണ്. തീവ്ര പ്രതിസന്ധി. കുടുംബത്തിൽ നിന്ന് ഇദ്ദേഹം പുറത്തായി, ആരും ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല, ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ജീവിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിധവയെയാണ് ഈശോ മുമ്പിലേക്ക് കൊണ്ടുവന്ന്. ഒരു വിധവ. ഇത് പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ സംഭവം വായിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. ഇത് ദൈവവചനമാണ്. വിധവ ആരാണ്? ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ, ആരുമില്ലാത്ത സ്ത്രീ. നമ്മുടെ ദൈവത്തിൻ്റെ പേരെന്താണ്? വിധവകളുടെ ദൈവം. അനാഥന്റെ പ്രത്യേകത എന്താണ്? അനാഥന്റെ ഡയറക്റ്റ് ഹെൽപ്പ് ദൈവമാണ്. ദൈവത്തിന്റെ പേര് തന്നെ അനാഥരുടെ ദൈവമെന്നാണ്. അതുകൊണ്ട് വിധവയെയോ അനാഥരെയോ പീഡിപ്പിച്ചാൽ ദൈവത്തെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. 23-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. ഈ ലോയരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ വിധവയുടെ വീട്ടുകാർ, ഈ വിധവയുടെ ഭർത്തൃ വീട്ടുകാർ ഈ വിധവയുടെ ഭൂമി മുഴുവൻ കൈവശമാക്കി. കാരണം ഭർത്താവ് ഒന്നും എഴുതി വയ്ക്കാതെയാണ് മരിച്ചുപോയത്.
അപ്പോൾ ഈ സഹോദരി അവർ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ഇതിനി ജീവിക്കാൻ നിവൃത്തിയില്ല, മക്കളെ നോക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് കേസ് കൊടുക്കേണ്ടി വന്നു. കേസ് കൊടുത്ത അവസ്ഥയിൽ ഇതിനുവേണ്ടി കേസ് വാദിക്കാൻ പോലും പൈസയില്ല. അങ്ങനെയാണ് ഈ ലോയർ വന്നത്. ഈ ലോയർ പറഞ്ഞു, ഞാൻ കേസ് വാദിക്കാം, പക്ഷേ ഈ കേസിന് ഈ സഹോദരിക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഈ ലോയർ പറഞ്ഞു, കിട്ടുന്നതിൻ്റെ ഒരംശം ഞാൻ എടുക്കും, നിനക്കൊന്നും കിട്ടില്ല എന്നുള്ളത് നീ ആദ്യമേ മനസ്സിലാക്കുക. കാരണം ഈ കേസ് ജയിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇത് ജയിപ്പിച്ചു തരാം, പക്ഷേ ഇതിൻ്റെ നല്ലൊരു പങ്ക് ഞാൻ എടുക്കും, നിനക്ക് ബാക്കി ഞാൻ പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയുടെ 75% ഈ ലോയർ എടുത്തു, 25% ഈ വിധവയ്ക്ക് കൊടുത്തത്. ഇദ്ദേഹം ഓർത്തു, ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ടാണ് ഈ കേസ് ജയിച്ചതെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി ആ വചനം വായിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. യെശയ്യാ 5-ാം അധ്യായം 21 മുതൽ നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. 21-ാമത്തെ വാക്യം. തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. അദ്ദേഹം ജ്ഞാനിയായിരുന്നു, സൂക്ഷ്മബുദ്ധിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ കേസ് വിജയിച്ചത്. പക്ഷേ 75% അദ്ദേഹം ആ ലാൻഡ് എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ദുരിതം. വീണ്ടും 23-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഈ ആത്മവിശുദ്ധീകരണ ധ്യാനത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ ആത്മാവിനോടാണ് സംസാരിക്കേണ്ടത്, മറ്റാരോടുമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, പാപിയായ എന്നോടും കൂടിയാണ്. എനിക്ക് മനതാപം ആവശ്യമുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ നേരെയല്ല വിരൽ ചൂണ്ടുന്നത്, എൻ്റെ ജീവിതത്തിൽ തന്നെ. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുന്ന ഏറ്റവും കൂടുതൽ ഞങ്ങൾ വൈദികനായി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് നുണ പറയുക എന്നുള്ളത്. എപ്പോഴും പറയും, ഇപ്പോൾ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും പറയും, ഞാനിപ്പോൾ വരുന്നു, അരമണിക്കൂറെങ്കിലും വേണം സ്ഥലത്തെത്താമെങ്കിലും പറയും, ഇതേ 5 മിനിറ്റും കൂടെ. ഇങ്ങനെ എത്രയോ നുണയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോൺ എടുക്കുമ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കും, സുഖമാണോ? ചാടി വീണ് പറയും സുഖമാണ്, എങ്കിൽ എന്നാൽ ഉള്ളിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനായ ജോബ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അത്രേ. ജോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം, നമുക്കൊന്ന് ആവർത്തിക്കാം ഈ വചനം. എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം, എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. ജോബിൻ്റെ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് ജോബിനെ നീതിമാൻ എന്ന് വിളിക്കുന്നത്? ആത്മവിശുദ്ധീകരണത്തിലൂടെ കടന്നുപോയ വലിയൊരു മനുഷ്യനാണ് ജോബ്. തൻ്റെ സഹനത്തിലൂടെ തന്നെ ജോബ് വിശുദ്ധീകരിക്കുകയാണ്. എന്താണ് ഈ ജോബിൻ്റെ വിശുദ്ധീകരണത്തിന് ഉദ്ദേശം? അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം, എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ തിരുത്തി കൊടുക്കാത്ത കാര്യങ്ങൾ, നമ്മൾ തന്നെ ന്യായീകരിച്ച കാര്യങ്ങൾ. അവസാനമായി ഒരു ചെറിയ കാര്യം കൂടെ, ഒരു ചെറിയ തെറ്റെങ്കിലും നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? നുണ പറയുന്ന നമ്മുടെ ശീലം. നമുക്ക് പലപ്പോഴും മാനസാന്തരപ്പെടാത്തതിൻ്റെ കാര്യം, ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ചെയ്യുന്ന തെറ്റ് മറ്റൊരാൾ ചെയ്താൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഒരിക്കലും ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനിയെ ശാസിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യാറില്ല. നീ എന്തിനാ മദ്യപിക്കുന്നതെന്ന് ഒരു മദ്യപാനിയും ചോദിക്കില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത ഒരു തെറ്റ് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് എൻ്റെ വികാരങ്ങൾ പുറത്തു വരുന്നത്. ഞാൻ ചെയ്യാത്തൊരു തെറ്റ്. മദ്യപിക്കാത്ത ഭാര്യയ്ക്ക് മദ്യപിക്കുന്ന ഭർത്താവിനോട് ഭയങ്കര ദേഷ്യമാണ്. എന്നാൽ നുണ പറയുന്ന ഒരു ഭാര്യയ്ക്ക് നുണ പറയുന്ന ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും ആത്മവിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരാത്തതിൻ്റെ ഒരു കാരണം, എൻ്റെ തെറ്റുകൾ ഞാൻ മൂടിവെക്കുന്നു, എൻ്റെ തെറ്റുകൾ തന്നെ മറ്റുള്ളവർ കാണുന്നതും കൊണ്ടുമാണ്. പ്രിയപ്പെട്ടവരെ, സ്വയം വിശുദ്ധീകരിക്കപ്പെടാതെ നമുക്ക് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. സ്വയം വിശുദ്ധീകരിക്കപ്പെടാതെ ഒരു അപ്പന് യഥാർത്ഥ അപ്പനായിരിക്കാൻ സാധിക്കുകയില്ല. അപ്പൻ്റെ വാക്കുകൾക്കൊരു വിലയുണ്ടാവില്ല. പലപ്പോഴും മക്കൾ പറയാറുണ്ട്, എന്നും വഴക്കൂടുന്ന മാതാപിതാക്കളാണ് ഞങ്ങളെ ശാസിക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങനെ തിരുത്താൻ പറ്റും? എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്നു, എങ്ങനെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ തോന്നും? ആത്മവിശുദ്ധീകരണം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എൻ്റെ പാപത്തിൽ നിന്ന് തന്നെ ഞാൻ വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ വിടുതൽ പ്രാപിക്കാൻ പറയാൻ സാധിക്കുകയുള്ളൂ. മദ്യപിക്കുന്ന ഒരു വൈദികന് മദ്യപാനത്തിനെതിരെ പ്രസംഗിക്കാൻ സാധിക്കുകയില്ല. പുകവലിക്കുന്ന ഒരു വൈദികന്
പുകവലിക്കെതിരെ സംസാരിക്കാൻ സാധിക്കില്ല. ഇത് എൻ്റെ തന്നെ ഒരു ആത്മീയ അനുഭവമാണ്. ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കൊരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾക്ക് എപ്പോഴും എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ഉണ്ട്. ഞങ്ങൾ എല്ലാ പാപങ്ങളും വായിച്ച് ആൾക്കാരെ കൊണ്ട് പാപങ്ങൾ എഴുതിയെടുക്കുന്ന ഒരിത്. അപ്പോൾ അതിനകത്ത് വലിയ ലിസ്റ്റ് ഉണ്ട്, ചെറിയ ചെറിയ പാവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ഒരു പാവമാണ് റെക്ലെസ് സ്പീഡി ആൻഡ് റെക്ലെസ് ഡ്രൈവിംഗ്. അതൊരു പാപമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ പലപ്പോഴും ശ്രദ്ധിച്ചു, ആ പാപം മാത്രം ഞാൻ വായിക്കാറില്ല. അവർ സാക്രിസ്റ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് രഹസ്യമായിട്ട് വന്ന് ചോദിച്ചു, അച്ഛൻ എന്താണ് ആ പാപം വായിക്കാത്തത്? എന്നിട്ട് അവരൊരു ചിരി. കാരണം ഞാൻ എപ്പോഴും റെക്ലെസ് ആയിട്ട് ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ തിരുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ കാണിച്ചു തരുന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥയും. എന്തുകൊണ്ടാണ് നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ആത്മവിശുദ്ധീകരണം ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത്. എന്തൊരു കാര്യത്തിലാണ് ഞാൻ കണ്ണടയ്ക്കുന്നത്? ഇത് വലിയ കുഴപ്പമില്ല. എന്താണ് അത്? എന്നിലുണ്ട്. നുണ പറയുന്ന കുഞ്ഞുങ്ങളെ ശാസിക്കാത്തൊരപ്പനും അമ്മയ്ക്കും അറിയാതെ ഈ ശീലം ചെറുതായിട്ടുണ്ട്. മോഷ്ടിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് മോഷണത്തിനെതിരെ പറയാൻ